വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ്, വിശേഷങ്ങളിലേക്കാണ്. പുന്നമടയിൽ ആവേശ പെരുമഴ. പുന്നമടക്കായലിൽ ആവേശത്തിന്റെ ജലതാളം. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങൾ ട്രാക്കിലേക്ക് ഇറങ്ങി തുടങ്ങി. കാണാൻ പോകുന്ന പൂരത്തിന്റെ വരവറിയിച്ച് രാവിലെ ആരംഭിച്ച ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്കാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഷഫീദ് റാവുത്തർ പവലിയനിൽ നിന്ന് ചേരും. അതുപോലെ മനീഷ് മഹിബാലും വിവരങ്ങളുമായി നമുക്കൊപ്പം എത്തും. അതുപോലെ അരുൺ രാജും വിഷ്ണു സുരേഷും എസ് വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിമും ഒക്കെയായി വിപുലമായ 24-ന്റെ സംഘം, വാർത്താ സംഘം അവിടെയുണ്ട്. അവർ തത്സമയം വിവരങ്ങൾ, കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കും. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. ഫിനിഷിംഗ് പോയിന്റിന് സമീപത്താണ് വിഷ്ണു സുരേഷ് ഉള്ളത്. വിഷ്ണു, ഇതാ സമയം 1 മണി കഴിയുകയാണ്. 2 മണിയോടുകൂടി ഉദ്ഘാടനം, അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. എല്ലാവരും കാത്തിരിക്കുന്ന ആവേശപ്പോരിന് തുടക്കമാകാൻ പോകുന്നു. ഇതിനോടകം തന്നെ ആരവം ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് നടക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ്? കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്താണ് വിഷ്ണു? കനത്ത മഴയാണ് പുന്നമടയിൽ. പക്ഷേ ആ മഴയെ അവഗണിച്ചുകൊണ്ട് കുട്ടനാടിന്റെ അതിജീവന പോരാട്ടം കാണാൻ ജനലക്ഷങ്ങൾ ആർത്തിരമ്പി വരുന്ന കാഴ്ചയാണ് ഇരുകരകളിലുമായി കാണുന്നത്. നിലവിൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കും. അതിനുശേഷമായിരിക്കും ഈ കരയൊന്നാകെ, നാടൊന്നാകെ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുക. ഇത്തവണ 5 ഹീറ്റ്സിലായി 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിലുണ്ട്. ഒന്നാം ഹീറ്റ്സിൽ 1-ാം ട്രാക്കിൽ ആനാരി എത്തുമ്പോൾ 2-ാം ട്രാക്കിൽ എത്തുന്നത് 2-ാം ട്രാക്കിൽ വെള്ളംകുളങ്ങര സെന്റ് ജോസഫ് ബോട്ട് ക്ലബിന്റെ വെള്ളംകുളങ്ങര, 3-ാം ട്രാക്കിൽ ശ്രീവിനായകൻ, 4-ാം ട്രാക്കിൽ കാരിച്ചാൽ, 2-ാം ഹീറ്റ്സിലേക്ക് എത്തിയാൽ കരുവാറ്റ ചുണ്ടൻ വെള്ളം BBM ബോട്ട് ക്ലബിന്റെ ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബ്ബ്, നടുവിലപ്പറമ്പൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ്, പായിപ്പാട് ബോട്ട് ക്ലബ്ബ്, പായിപ്പാടൻ ബോട്ട് ക്ലബ്ബ് തന്നെ തുടങ്ങുന്ന പായിപ്പാടൻ 2-ാമത് വെള്ളം. 3-ാം ഹീറ്റ്സിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും ശക്തമായ പോരാട്ടം. മുൻപ് ജലരാജാക്കന്മാരായിട്ടുള്ള ചുണ്ടൻ വെള്ളങ്ങളുടെ അതിശക്തമായ പോരാട്ടം 3-ാം ഹീറ്റ്സിൽ കാണാനാകും. ചമ്പക്കുളം, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയുന്ന ചമ്പക്കുളം ചുണ്ടൻ, 8 തവണ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചമ്പക്കുളം ചുണ്ടൻ. തലവടി, UBC കൈനഗരിയുടെ തലവടി 2003-ൽ നീരണിഞ്ഞ തലവടി. ഇത്തവണ UBC കൈനഗരിയുടെ തിരിച്ചുവരവിന് തലവടി സാക്ഷിയാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. 64-ലും 63-ലും 65-ലും കിരീടം നേടിയ UBC കൈനഗരി കഴിഞ്ഞ 10 വർഷമായി കിരീടമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇത്തവണ UBCയുടെ തിരിച്ചുവരവുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. വരുന്നു 3-ാം ഹീറ്റ്സിലെ 3-ാം ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, മേൽപ്പാടൻ പുത്തൻ ചുണ്ടൻ. 2024-ൽ നീരണിഞ്ഞ മേൽപ്പാടൻ പുത്തൻ ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എത്തുന്നു. 2018-ൽ നടുഭാഗം, 2019-ൽ പായിപ്പാട്, 2022-ൽ മഹാദേവികാട് കാട്ടിത്തക്കേതില്, 2023-ൽ വീയപുരം, 2024-ൽ ഒരേ ഒരു കാരിച്ചാൽ. അങ്ങനെ തുടർച്ചയായി 5 തവണ കിരീടം നേടുന്ന ഒരേ ഒരു ക്ലബ്ബ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഇത്തവണ ഞങ്ങൾ ഡബിൾ ഹാട്രിക്ക് ലക്ഷ്യമിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇറങ്ങുമ്പോൾ അവർ മേൽപ്പാടൻ പുത്തൻ ചുണ്ടനിലാണ് ഇത്തവണ ഇറങ്ങുന്നുള്ള ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ മാത്രം നീരണിഞ്ഞ മേൽപ്പാടൻ പുത്തൻ ചുണ്ടൻ. 4-ാം ഹീറ്റ്സിൽ സെന്റ് ജോർജ് ഗാഗുൽത്താൻ ബോട്ട് ക്ലബ്ബാണ് സെന്റ് ജോർജ് തുടങ്ങിയത്. നടുഭാഗം, ഒരു പക്ഷേ ഈ വള്ളംകളി ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന പേരാണ് നടുഭാഗം ബോട്ട് ക്ലബ്ബ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചാടിക്കയറിയ വള്ളം നടുഭാഗം ബോട്ട് ക്ലബ്ബ്. ആ നടുഭാഗം ഇത്തവണ 38-ാമത്തെ ഫൈനൽ ലക്ഷ്യം വെച്ച് അവരിറങ്ങുന്നു. 2 തവണ കിരീടം തേടിയ നടുഭാഗത്തിൽ ഇത്തവണ പുന്നമട ബോട്ട് ക്ലബ്ബാണ് തുടങ്ങിയത്. നിരണം ബോട്ട് ക്ലബ്ബ് 2022-ൽ നീരണിഞ്ഞ പത്തനംതിട്ടയുടെ ആദ്യ ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബ് ഇത്തവണ വലിയ പ്രതീക്ഷ വെക്കുന്നു. വലിയ ദിവാഞ്ചിയും നിരണം ചുണ്ടൻ ഫാൻസ് ക്ലബ്ബ് തുടങ്ങുന്ന വലിയ ദിവാഞ്ചി 4-ാം ട്രാക്കിലേക്ക് എത്തുന്നു. 5-ാം ഹീറ്റ്സിൽ സെന്റ് പയസ്, ജവഹർ, പായിപ്പാടൻ, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ. ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു ബോട്ട് ക്ലബ്ബാണ് കുമരൻ ടൗൺ ബോട്ട് ക്ലബ്ബും പായിപ്പാടനും. 2004-ൽ ചെറുതനയിൽ, 2003-ൽ പായിപ്പാടൻ, 2004-ൽ പായിപ്പാടൻ, 2005-ൽ പായിപ്പാടൻ, 2006-ൽ പായിപ്പാടൻ. അങ്ങനെ തുടർച്ചയായി 4 തവണ പായിപ്പാടനിലേറി കിരീടം നേടിയ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. 2010-ൽ കിരീടം നേടിയ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. കുട്ടനാടിന്റെ പുന്നമടയുടെ മണ്ണിൽ നിന്ന് നെഹ്റു ട്രോഫി കുട്ടനാടിന്റെ മണ്ണിൽ നിന്ന് കുമരകത്തേക്ക് കൊണ്ടുപോകാൻ ഇത്തവണ അവർ പായിപ്പാടൻ ചുണ്ടൻ വെള്ളത്തിലെത്തുന്നു. ട്രാക്ക് എൻട്രിയിലെ
ഫൈനലിൽ ഏറ്റവും ആദ്യം എത്തിയതും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. അല്പസമയത്തിനകം തന്നെ മറ്റു ബോട്ട് ക്ലബ്ബുകളും മറ്റു വള്ളങ്ങളും ഇങ്ങനെ ട്രാക്കിലേക്ക് എത്തും. ഒരു 2:30 നമ്മൾ ഈ ജലമാമാങ്കത്തിന് തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷകളോടെ, വലിയ കാത്തിരിപ്പോടെ കുട്ടനാട്ടിലെ ജനത കാത്തിരുന്ന അവരുടെ ദിവസത്തിന് ഇനി ഒരു അല്പസമയം മാത്രമാണ് ബാക്കി. എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ വളരെ ശക്തമായ ഒരു പോരാട്ടം, മൈക്രോ സെക്കൻഡുകളുടെ ശക്തമായ ഹീറ്റ്സിലടക്കം മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും വിജയികൾ കയറി വരിക എന്നാണ് വള്ളംകളി പ്രേമികളും വള്ളംകളി വിദഗ്ധരും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ ഹീറ്റ്സിൽ പള്ളാത്തുരുത്തി കുറിച്ച റെക്കോർഡുണ്ട് 4.14 സെക്കൻഡ്. അത് ഫൈനലിലേക്ക് എത്തിയപ്പോൾ 4.39 സെക്കൻഡായി മാറി. ഒടുവിൽ 0.5 മൈക്രോ സെക്കൻഡിന്റെ പിൻബലത്തിൽ വീയപുരം ചുണ്ടനെയും VBC വില്ലേജ് ബോട്ട് ക്ലബിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തങ്ങളുടെ 5ാമത്തെ കിരീടം ചൂടിയെങ്കിൽ ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബ്ബ് 2 കൽപ്പിച്ചു വരുന്നു. അവർ വീയപുരം ചുണ്ടനിൽ തന്നെ ഇറങ്ങുന്നു. കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്ക് വിട്ടു നൽകിയ കിരീടം ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയിലേക്ക് കൊണ്ടുപോകാൻ എത്തുന്നു. 86-ലും 87-ലും കാരിച്ചാലിൽ കിരീടം നേടിയ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇത്തവണ അവർ എത്തുന്നത് വീയപുരം ചുണ്ടനിലാണ്. കപ്പിൽ കുറഞ്ഞതൊന്നും വീയപുരം അതോടൊപ്പം വില്ലേജ് ബോട്ട് ക്ലബ്ബും പ്രതീക്ഷിക്കുന്നില്ല. വലിയ വലിയ മത്സരങ്ങൾക്ക് പുന്നമട സാക്ഷിയാകാൻ പോകുന്നു. പക്ഷേ ചരിത്രത്തിൽ ഇത്രയേറെ ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പ്രൊഫഷണൽ വള്ളംകളി ഉണ്ടാകുമോ എന്നത് സംശയമായിരിക്കും. അത് ഉറപ്പായും ചരിത്രരേഖകളിൽ രേഖപ്പെടുത്താൻ പോകുന്നത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ശേഷവും അതിന് മുൻപും എന്നായിരിക്കും. കാരണം അത്രമേൽ ശക്തമായ പ്രാക്ടീസ്, അത്രമേൽ സ്പോൺസർഷിപ്പ് ഒക്കെ വന്ന ഈ അടുത്ത കാലങ്ങളിലൊന്നും ഇത്രയേറെ സ്പോൺസർമാർ വള്ളങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എത്തിയൊരു വർഷമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ മത്സരങ്ങൾ, വലിയ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് കരുമാടി ജലോത്സവം, അതോടൊപ്പം തന്നെ രാജപ്രമുഖൻ ട്രോഫി, അതൊക്കെ കഴിഞ്ഞാണ് ജലരാജാക്കന്മാർ പുന്നമടയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കിരീടമുയർത്താൻ വേണ്ടി വരുന്നത്. ഒരേ സ്വരത്തിൽ, ഒരേ ആയത്തിൽ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. UBCയും PBCയും KTBCയും അതോടൊപ്പം നമ്മുടെ പായിപ്പാട് ബോട്ട് ക്ലബ്ബും ഒക്കെ കപ്പിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുന്നമടയിലാകെ ആവേശവും ആരവവുമാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ 4 മണിക്കാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി, ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഫൈനൽ 4 മണിക്കാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആവേശത്തിന്റെ നിമിഷമാണ്. ഇനി ഒരു 3 മണിക്കൂർ സമയം മാത്രമാണ് ഇത്തവണത്തെ ജലരാജാവ് ആരാണ് എന്നറിയാൻ ബാക്കിയുള്ളത്. നെഹ്റു ട്രോഫിയിൽ ആരാണ് മുത്തമിടുന്നത് എന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം ദൂരമാണുള്ളത്. മികച്ച സമയം കുറിക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനലിൽ പോരാടുക. വള്ളങ്ങൾ ഫിനിഷ് ചെയ്ത സമയം അത് അതിൻ്റെ സെക്കൻഡ് പോലും പ്രധാനമാണ്, മൈക്രോ സെക്കൻഡ് പോലും പ്രധാനമാണ്. അത് രേഖപ്പെടുത്താനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. മനീഷ് മഹിവാൽ കൂടി നമുക്കൊപ്പം നെഹ്റു പവലിയനിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, എന്താണ് പൂർണ്ണാവേശത്തിലേക്ക് മാറുന്നു ഓളപ്പരപ്പ്? കരകളിൽ വലിയ ആരവമുയരുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ളൊരു 3 മണിക്കൂർ സമയം ആവേശം അലതല്ലുന്ന കാഴ്ച എങ്ങും കാണാൻ കഴിയുന്നു. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ മനീഷ് മഹിബ? 1:30 ശേഷമാണ് പൊതുസമ്മേളനം, ഉദ്ഘാടന സമ്മേളനം. അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി എത്തുകയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷം മോക്ക് ഡ്രില്ലാണ്. അതിനുശേഷമാണ് ആവേശം കൊള്ളുന്ന ജലരാജാക്കന്മാരെ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം അരങ്ങേറുക. അങ്ങനെ ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന, ലോകത്തെമ്പാടുമുള്ള വള്ളംകളി ആരാധകർ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മത്സരം. ഇത്തവണ ഇത് ഒരു വാശിയേറിയ പോരാട്ടത്തിനേക്കപ്പുറം ഒരു മധുര പ്രതികാരത്തിന്റെ കൂടി പോരാട്ടമാണ്. കാരണം കഴിഞ്ഞ തവണ വില്ലേജ് ബോട്ട് ക്ലബിന് ഏതാനും മൈക്രോ സെക്കൻഡുകൾക്ക് കപ്പ് നഷ്ടപ്പെട്ട ഒരു മത്സരം. അവരെ സംബന്ധിച്ചത് ഇത്തവണ അതിന്റെ പ്രതികാരം തീർക്കുക എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ PBCയും VBCയും വില്ലേജ് ബോട്ട് ക്ലബും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും തമ്മിലുള്ള മത്സരത്തെ ആകാംക്ഷയോടെ തന്നെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട 5 വള്ളങ്ങളാണ്, 5 ക്ലബ്ബുകളെയും 5 വള്ളങ്ങളെയുമാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും. ഈ 5 ക്ലബ്ബുകൾ തന്നെ വിജയികളായി എത്താനുള്ള സാധ്യതയാണ് ഏവരും നോക്കിക്കാണുന്നത്. അതിൽ ഒന്നാം നിൽക്കുന്നത് നിലവിൽ പള്ളാത്തുരുത്തി ക്ലബ്ബ് തന്നെയാണ്. തുടർച്ചയായി 4ാം തവണ 7 തവണ കപ്പടിച്ച പള്ളാത്തുരുത്തി ക്ലബ്ബ് ഓരോ തവണയും ഓരോ ചുണ്ടനെ എടുക്കുന്നു. മഹാദേവി കാട്ടിൽ തെക്കേട ആണ് 2023 2024 കാരിച്ചാൽ ചുണ്ടനെ അവർ വിജയികളാക്കി. ഇത്തവണ അവർ മേൽപ്പാടൻ ചുണ്ടനെ തിരഞ്ഞെടുത്തു. മേൽപ്പാടൻ ചുണ്ടനെ ജലരാജാക്കന്മാരാക്കാൻ വേണ്ടി നീറ്റിലിറങ്ങി
നീറ്റിലിറങ്ങും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ PBC നീറ്റിലിറങ്ങും. ഇനി മറ്റൊരു ക്ലബ്ബ് UBC ആണ്, മാതൃ ക്ലബ്ബാണ്, ആദ്യമായി ഉണ്ടായ ഈ യുണൈറ്റഡ് ക്ലബ്ബാണ്. ഈ യുണൈറ്റഡ് ക്ലബ്ബിൽ നിന്നാണ് പിന്നീട് PBCയിലേക്കും ഒക്കെ തന്നെ നാടൻ ഭാഷയിൽ ഈ തുഴച്ചിൽക്കാരെ പൊട്ടിച്ചു കൊണ്ടുപോകുക. അതായത് ഈ തുഴച്ചിലുകാരെ മറ്റുള്ള വള്ളങ്ങളിലേക്ക് കൂടുതൽ പണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തുകൊണ്ട് കൂടുതൽ വള്ളക്കാരെ കൊണ്ടുപോകുക, തുഴച്ചിലുകാരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ UBC ഇത്തവണ തലവടി ചുണ്ടനാണ്, പുത്തൻ ചുണ്ടനാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് അത് നീറ്റിലിറങ്ങിയ ചുണ്ടനാണ്. പക്ഷേ പല ജലമേളകളിലും ജലരാജാക്കന്മാരായിട്ടുണ്ട് തലവടി ചുണ്ടൻ. അങ്ങനെ തലവടി ചുണ്ടനും ഇത്തവണ UBC തുഴയുമ്പോൾ മനീഷ് മഹിപാലാണ് നെഹ്റു പവലിയനിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അവിടെ അരുൺരാജ് തയ്യാറാണ്. അരുൺരാജ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ. അരുൺരാജ്. റിജിത്ത്, മത്സരത്തിന് പൂർണ്ണമായും തയ്യാറാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് അടക്കമുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഈ ഇരുട്ടൂത്തി വെള്ളങ്ങളുടെയും വെപ്പ് വെള്ളങ്ങളുടെയും മത്സരങ്ങളടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇതിനുശേഷം അല്പസമയത്തിനകം, അത് 1 മണിക്കൂറിനകത്ത് തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും. നമ്മൾക്ക് ഈ കാണുന്ന പോലെ പുന്നമടയുടെ ഇരുകരകളിലും വലിയ രീതിയിൽ ജനം ഇങ്ങനെ ആവേശത്തിൽ അറുമാദിക്കുകയാണ്. കാരണം അവർക്ക് ഓരോ നിമിഷവും ഇനി ആവേശം, ഓരോ തെല്ലിലും അവരുടെ സിരകളിലേക്ക് ഈ ജലമാമാകത്തിന്റെ ആവേശം എത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പലയിടങ്ങളിൽ നിന്നായി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഇവിടുത്തെ അടുത്ത് തന്നെ. ഞങ്ങൾ ഈ കാണുക. അതെ അതെ, എല്ലാവട്ടവും കാണുന്നത്. എല്ലാവട്ടും കാണാൻ സാധിക്കാറില്ല, ഞങ്ങൾ പുറത്തായി എല്ലാ വർഷം കാണാൻ. ആവേശമാണ്. അതെ, ആദ്യമായിട്ടാണോ? എന്റെ ആദ്യമായിട്ടാണ്. ആവേശമാണ്. ഉണ്ട്. എവിടെ സ്ഥലം? എവിടെ? എന്റെ സ്വന്തം വീട് കോഴിക്കോട്, പക്ഷേ ഞങ്ങളിവിടെ ആലപ്പുഴയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓരോരുത്തർക്കും ഈ വള്ളംകളി എന്ന് പറയുന്നത് ഒരു ആവേശമാണ്. അത് ഒരു തവണയെങ്കിലും കാണുക. ഈ ജലമാമാങ്കത്തിൽ ആരാണ് വിജയിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായും ഇവരുടെ എല്ലാം പ്രതീക്ഷകൾക്കപ്പുറമുള്ള മത്സരമായിരിക്കും. നമ്മൾ നേരത്തെ എല്ലാം നമ്മുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണത്തെ മത്സരം അത് ആവേശം വലിയ തോതിൽ ഉണ്ടാക്കുന്നതാണ്. ആരായിരിക്കും വിജയി? ആ വിജയിക്ക് ആ നെഹ്റു കപ്പിൽ, നെഹ്റുവിൻ്റെ ആ ഉപ്പുതിഞ്ഞ ആ വെള്ളിക്കപ്പിൽ ആരായിരിക്കും മുത്തമിടുക എന്നുള്ളത് സ്വാഭാവികമായും അക്ഷരാർത്ഥത്തിൽ ഏവർക്കും അത് ആകാംക്ഷയുടെ നിമിഷങ്ങൾ കൂടിയായിരിക്കും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അല്പസമയത്തിനകം തന്നെ മത്സരങ്ങൾ ആരംഭിക്കും. ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങൾ ട്രാക്കിലേക്ക് എത്തിത്തുടങ്ങി. ഇതിനുശേഷം ഇത് ഹീറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ മത്സര സ്ഥലങ്ങളിലേക്ക് എത്തും, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തും. തുടർന്നായിരിക്കും മത്സരം ഉണ്ടാവുക. എന്തായാലും ഈ മാസങ്ങൾ തയ്യാറെടുപ്പുകൾ, പരിശീലനം ഇതൊക്കെ കഴിഞ്ഞാണ് ചുണ്ടൻ വള്ളങ്ങൾ കളത്തിലേക്ക്, നീറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഫീസ് വർധനയിൽ പ്രതിഷേധിച്ച് തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം. ഹാളിൽ കയറി പ്രതിഷേധിച്ചവരെ സർവകലാശാല ജനറൽ കൗൺസിൽ ഹാളിൽ കയറിയുള്ള പ്രതിഷേധമുണ്ടായി. ഇതോടുകൂടി സർവകലാശാല ജനറൽ കൗൺസിൽ നിർത്തിവെക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ്? വലിയ പ്രതിഷേധമാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് സൂരജ്? TK, അക്ഷരാർത്ഥത്തിൽ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് സർവകലാശാലയിൽ SFIയുടെ സമരം മാറിയിരിക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് SFI ഇവിടെ ഉയർത്തുന്നത്. ഈ സർവകലാശാലയിലെ അച്യുതമേനോൻ ഹാളിലാണ് ഇന്ന് ഈ ജനറൽ കൗൺസിൽ തീരുമാനിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ഹാളിന് മുൻവശത്ത് തന്നെ SFI പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയതോടുകൂടി അവരെ തടഞ്ഞു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ ബന്ദോബസ്ത് തകർത്തുകൊണ്ട് SFI പ്രവർത്തകർ ഇപ്പോൾ ഈ ജനറൽ കൗൺസിൽ ഹാളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അതോടുകൂടി പകുതിയോളം പ്രവർത്തകരെ പോലീസ് പുറത്ത് തടയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഈ മേഖലയിലേക്ക് എത്തും. അതുവരെ SFI പ്രവർത്തകരെ തടഞ്ഞു നിർത്തണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ തച്ചു തകർത്തുകൊണ്ട്, പോലീസിന്റെ ബന്ദോബസ്ത് പൂർണ്ണമായും തകർത്തുകൊണ്ട് SFI പ്രവർത്തകർ ഇപ്പോൾ ഈ ജനറൽ കൗൺസിലിനകത്തേക്കും ഹാളിന് മുൻവശവും SFI കൈയടക്കിയിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഈ ജനറൽ കൗൺസിൽ അടക്കം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആ ദൃശ്യത്തിൽ ഇപ്പോൾ കാണുന്നത് ഈ ജനറൽ കൗൺസിൽ നടക്കുന്ന ഹാളടക്കം SFI പ്രവർത്തകർ കൈയടക്കിയിരിക്കുന്നതാണ്. SFI പറയുന്ന വിദ്യാർത്ഥി ദ്രോഹമായ നടപടിയാണ് ഈ കാർഷിക സർവകലാശാലയുടെ ഭാഗത്ത് ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SFI ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്. കഴിഞ്ഞ അക്കാദമിക് കൗൺസിലാണ് ഈ ഫീസ് വർധനവ് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുന്നത്. അതായത് 25,000 രൂപ ഫീസ് നൽകുന്ന വിദ്യാർത്ഥികൾ 50,000 രൂപ ഫീസ്, അതായത് ഇരട്ടിയോളം തുക അടുത്ത അക്കാദമിക് ഇയർ മുതൽ നൽകണം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഈ അക്കാദമിക് കൗൺസിൽ അടക്കം പോയത്. കാർഷിക സർവകലാശാലയെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ആ ഭാരം വിദ്യാർത്ഥികൾക്ക് മേലിലേക്ക് അക്ഷരാർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിനെതിരെയാണ് SFI വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ശക്തമായ പ്രതിഷേധം. ഇപ്പോൾ ഈ ജനറൽ കൗൺസിൽ നടക്കുന്ന ഹാളടക്കം കയ്യേറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് SFI പോയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ ജനറൽ കൗൺസിൽ നിർത്തിവെച്ചിരിക്കുന്ന. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ട് ഈ ക്യാമ്പസിനകത്ത് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. TK.
ശരി, സൂരജ് സജി വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഫീസ് വർധനവിനെതിരെയാണ് വലിയ പ്രതിഷേധം SFI പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായത്. ഹാളിൽ കയറി പ്രതിഷേധിച്ചതോടുകൂടി സർവകലാശാല ജനറൽ കൗൺസിൽ നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരു മരണം. ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ശേഖരിച്ചതിൽ മാട്ടൂൽ സ്വദേശി അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു. അന്വേഷണത്തിനായി ജില്ലാ ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് കീഴറ സ്വദേശി ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വൻ സ്ഫോടനമുണ്ടായത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. നിലംപതിച്ച വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മുഹമ്മദ് അഷാമിന്റെ മൃതദേഹം പുറത്തെടുത്തത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ പൊട്ടിത്തെറിച്ചത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്ന് കണ്ടെത്തി. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്രമാത്രം അവിടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഗൺ പൗഡർ ആണെങ്കിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ACPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നയാളെന്ന് വിശ്വസിപ്പിച്ചാണ് അനൂപ് വീട് വാടകയ്ക്കെടുത്തതെന്നാണ് വീട്ടുടമസ്ഥയുടെ പ്രതികരണം. അനൂപിനെ പറ്റി ഒന്നും നമ്മൾ അറിയില്ല. അനൂപിനെ പറ്റിയിട്ട് ഒരു ഇങ്ങനെ ഇല്ലേ, ഇത് ഇങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് നടക്കുന്നതെന്നുള്ളത് ആ നാട്ടുകാർക്കും അറിയുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയില്ലേ, ഇങ്ങനൊരു ബോംബും സ്ഫോടനവും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ നടക്കുന്നു. അനൂപിന്റെ നിർദ്ദേശമനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് എത്തിച്ചു നൽകുന്നത് കൊല്ലപ്പെട്ട അഷാമാണെന്നാണ് കണ്ടെത്തൽ. അനൂപിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമുള്ള 6 കേസുകൾ നിലവിലുണ്ട്. 2016 കണ്ണൂർ പുഴാതിയിൽ വീടിനുള്ളിൽ സമാന രൂപത്തിൽ സ്ഫോടനമുണ്ടായ കേസിലും അനൂപ് മാലിക് പ്രതിയാണ്. ആ സംഭവത്തിൽ ഒരാൾ മരിക്കുകയും അനൂപിന്റെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 24 കണ്ണൂർ. കണ്ണൂർ കണ്ണപുരത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. പ്രതിക്ക് കോൺഗ്രസ് ബന്ധമുണ്ടെന്ന് CPIM ആരോപിച്ചു. ആർക്കുവേണ്ടി ബോംബ് നിർമ്മിച്ചു എന്ന് കണ്ടുപിടിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച കേസിലെ പ്രതി അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധമുണ്ടെന്നാണ് CPIM ആരോപണം. സമാന സംഭവങ്ങളിൽ അനൂപ് പ്രതിയാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അല്ല, ഈ അനൂപ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ. ഈ അനൂപ് എന്ന് പറയുന്ന ആള്, ഞാനത് പറയാതിരിക്കുന്ന അയാൾ ഇവിടെയാണോ ഉള്ളത് അല്ല പുറത്തെവിടെയെങ്കിലാണോ ഉള്ളതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെടുന്നു. പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ വളരെ ശാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിൽ എക്കാലത്തും ഉള്ളത്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനമാണെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പ്രതികരിച്ചു. അനൂപ് എന്തിന് ബോംബ് നിർമ്മിച്ചെന്നും ആർക്ക് കൊടുത്തെന്ന് അന്വേഷിക്കണമെന്നും മാർട്ടിൻ ജോർജ്. ഈ അനൂപിന്റെ പേരാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് കൃത്യമായി അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു, അദ്ദേഹമാണ് എങ്കിൽ അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു ബോംബുകൾ? ഈ ബോംബ് നിർമ്മിച്ച അദ്ദേഹം എവിടെയാണ് ഇതിന്റെ സപ്ലൈ ചെയ്യുന്നത്? ഇതൊരു ഏജൻസി ആയിട്ടാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ സ്ഫോടനത്തിന്റെ പേരിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ഉഗ്രസ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് കണ്ണൂർ കണ്ണപുരം കീഴറയിലെ നാട്ടുകാർ. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ 4 വീടുകൾക്ക് കേടുപാടുണ്ടായി. വാടക വീട്ടിൽ താമസിച്ചവരെക്കുറിച്ച് ഒരു വിവരവും അറിയില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. കീഴറ ഗ്രാമം ഇന്നുണർന്നത് പ്രകമ്പനം കൊള്ളിച്ച സ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ്. പലർക്കും അത് വിശ്വസിക്കാൻ പോലുമായിട്ടില്ല. സ്ഫോടക ശേഖരം പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതം സമീപ വീടുകളിലുമുണ്ടായി. ഇല്ല, നമുക്കൊന്നും അറിയില്ല ഇവരെ പറ്റിയിട്ട് ഒരു കാര്യം നമ്മളറിയില്ല. ഇന്ന് വരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. നമ്മൾ ഇത്രയും കാലം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആളുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം 2 ദിവസമായിട്ട് അവിടെ വണ്ടി പുറത്ത് താഴെ കാണുന്നുണ്ട്. അവരങ്ങനൊന്നും നമുക്കറിയില്ല അവരെ പറ്റിയിട്ട്. അടിമുടി ദുരൂഹമാണ് കീഴറയിലെ സ്ഫോടനം. രാത്രി മാത്രം എത്തുന്ന വാടക വീട്ടുകാരെ കുറിച്ച് ഒരു വിവരവും നാട്ടുകാർക്കുണ്ടായിരുന്നില്ല. ജനലെല്ലാം പൊളിഞ്ഞു വന്ന സൗണ്ട് ഇട്ടിട്ടാണ് പുറത്തിറങ്ങിയത്. നല്ല പ്രകമ്പനായിട്ട് സൗണ്ട് ഉണ്ടായത്. ഉൾപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് താഴത്തെ വീട്ടിൽ ലൈറ്റ് ഇട്ടു, ഈ വീട്ടിൽ ലൈറ്റ്, എല്ലാ വീട്ടിലും ലൈറ്റ് ഇട്ടു. അപ്പോൾ അവിടെ പോയി പുക, ഒരു സ്മെല്ല് വന്നു, ബാഡ് സ്മെല്ല് വന്നു, പുക കണ്ടു. പോയി നോക്കുമ്പോഴാണ് വീട് ടോർച്ച് വീട് കാണാനേ ഇല്ല. ഇവർ അങ്ങനെ മുഖം തരുന്നില്ലല്ലോ. ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നു വരുന്നു, അല്ല വേറെ ആരെയും സംസാരിക്കുന്നില്ല. ഒരു വിവരവുമില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ അവർ വരവില്ലു. ഒരു 9 മണി കഴിഞ്ഞാലേ അവർ വരുള്ളൂ. അപ്പോൾ ഇന്നലെ പകൽ അവിടെ ആൾക്കാരുണ്ട്. ഇന്നലെ ഞാനിങ്ങനെ ചോറുണ്ടിട്ട് ഇവിടെ താഴെ കടയിലേക്ക് പോകുമ്പോൾ അവർ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. നാട്ടിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കണ്ണൂർ.
പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്കാണ് ഇനി. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം എന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24ഉം മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീട് നിർമ്മിക്കാൻ പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ക്യാൻസർ രോഗിയായ വീട്ടമ്മയുടെ നിരാഹാര സമരം. ഇടുക്കി കോഴിമല സ്വദേശി വീണ ഷാജിയാണ് കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തുന്നത്. എന്നാൽ വനംവകുപ്പിന്റെ NOC ലഭിക്കാത്തതിനാലാണ് പെർമിറ്റ് നൽകാത്തത് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. കാഞ്ചിയാർ കോഴിമലയിൽ 40 വർഷമായി സ്ഥിരതാമസക്കാരിയാണ് വീണ ഷാജി. ക്യാൻസർ രോഗിയായ വീണയ്ക്ക് കഴിഞ്ഞ വർഷമാണ് PMAY പദ്ധതി പ്രകാരം വീട് അനുവദിച്ചത്. ഇവർ സ്ഥിരതാമസക്കാരിയാണെന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് പെർമിറ്റ് അനുവദിക്കുന്നില്ലെന്നാണ് പരാതി. ഈ NOC കിട്ടാതെ ഈ പെര വയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ കളക്ടറേറ്റിൽ പോയി. കളക്ടറേറ്റിൽ ചെന്നപ്പോഴും അവർക്ക് അതിന് കൈവശരേഖ തരാൻ പറ്റത്തില്ല, ഇതെല്ലാം പഞ്ചായത്തുകാരാ തരണ്ടേന്നാണ് അവരും പറയുന്നത്. അവിടുന്ന് കളക്ടറേറ്റിൽ പോയി കഴിഞ്ഞ ഞാൻ താലൂക്കിൽ പോയപ്പോഴും ഇതിന് കൈവശരേഖ തരേണ്ടത് വില്ലേജിൽ നിന്ന് നിങ്ങൾക്ക് പഞ്ചായത്തുകാരാ തരേണ്ടത്, ഇതല്ല ഇത് മതി പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കാനാ പറഞ്ഞു. വില്ലേജിലെ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിൽ ഇവർ താമസിക്കുന്ന സ്ഥലം വനം വകുപ്പിന്റെ തേക്ക് തോട്ടം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വനം വകുപ്പിന്റെ NOC ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വീട് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഏകദേശം 5 വർഷക്കാലമായിട്ട് ഈ പ്രശ്നം അനുഭവിക്കുന്ന ഒരു 20-25ഓളം കുടുംബങ്ങൾ ഈ കോഴിമല സെറ്റിൽമെന്റിലുണ്ട്. അവിടെ കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഫോറസ്റ്റ് ഇവർക്ക് NOC നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദിവാസി സെറ്റിൽമെന്റ് ഭൂമിയിൽ ജനറൽ വിഭാഗത്തിന് വീട് അനുവദിക്കരുതെന്ന ചിലരുടെ പരാതിയും വനം വകുപ്പിന്റെ നിലപാടുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. 24 ഇടുക്കി. ഹരിയാനയിൽ നിന്ന് പിടിയിലായ നൈജീരിയൻ ലഹരി മാഫിയ സംഘത്തെ ചോദ്യം ചെയ്ത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. നൈജീരിയൻ വിഘടനവാദികളാണ് ഇന്ത്യയിൽ വിസയില്ലാതെ വർഷങ്ങളായി ലഹരി ഇടപാട് നടത്തുന്നതെന്ന് കണ്ടെത്തിയതായി സൂചന. 24 എക്സ്ക്ലൂസീവ്. നൈജീരിയയിൽ നിന്നും ഇന്ത്യയിലെത്തി രാസലഹരി വിൽപ്പന വ്യാപകമാക്കുന്ന സംഘത്തിലെ 3 പേരെയും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ചോദ്യം ചെയ്തു. ഹൈദരാബാദിൽ നിന്നും കോഴിക്കോടെത്തി IBയുടെ നർക്കോട്ടിക് വിദഗ്ധ സംഘമാണ് വിശദമായി 3 നൈജീരിയക്കാരെയും ചോദ്യം ചെയ്തത്. കോഴിക്കോട് സിറ്റി പോലീസ് ഹരിയാനയിൽ പോയി പിടികൂടിയ നൈജീരിയൻ സംഘം ഇന്ത്യൻ യുവത്വത്തെ ശിഥിലീകരിക്കാനുള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ ഭാഗമാണ് എന്നതാണ് സൂചന. IBയുടെ ചോദ്യം ചെയ്യലിൽ പ്രതികൾ നൈജീരിയയിലെ വിഘടനവാദികളാണെന്ന് കണ്ടെത്തിയതായും സൂചനയുണ്ട്. വിസയില്ലാതെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വർഷങ്ങളായി ഇവിടെ കഴിയുന്നവരെക്കുറിച്ച് FRROയും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് സിറ്റി പോലീസ് പ്രതികളുടെ വിശദവിവരങ്ങളെല്ലാം കേന്ദ്ര ഏജൻസിയായ FRROയ്ക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും രാജ്യാന്തര പ്രാധാന്യമുള്ള ഒരു മയക്കുമരുന്ന് കേസായി കോഴിക്കോട് ടൗൺ പോലീസ് പിടികൂടിയ ഈ കേസ് മാറുകയാണ്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. തിരുവനന്തപുരത്തും എറണാകുളത്തും വൻ ലഹരി വേട്ട. തിരുവനന്തപുരത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച 18 കിലോ കഞ്ചാവും എറണാകുളത്ത് കാറിൽ കടത്തുകയായിരുന്ന 192 ഗ്രാം MDMAയും പിടികൂടി. തിരുവനന്തപുരം കാര്യവട്ടം പേരൂർ ക്ഷേത്രത്തിന് സമീപം വാടക വീട്ടിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 18 കിലോ കഞ്ചാവ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നെത്തിച്ച കഞ്ചാവ് വാടക വീട്ടിലെ അലമാരയിൽ സൂക്ഷിക്കുകയായിരുന്നു. പോത്തൻകോട് അയണിമൂട് സ്വദേശി ശ്രീരാഗാണ് ഡൺസാഫ് സംഘത്തിന്റെ പിടിയിലായത്. ഇടപാടിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. അങ്കമാലി TB ജംഗ്ഷനിൽ നിന്നാണ് കാറിൽ കടത്തുകയായിരുന്ന 192 ഗ്രാം MDMA പിടികൂടിയത്. ബംഗളൂരിൽ നിന്നും ആലുവ ഭാഗത്തേക്ക് പോകുന്നതിനിടെ രഹസ്യ വിവരത്തെ തുടർന്ന് കാർ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഈരാറ്റുപേട്ട സ്വദേശി അജ്മൽ ഷാ, കോട്ടയം അതിരമ്പുഴ സ്വദേശി അനിജിത്ത് എന്നിവരാണ് പിടിയിലായത്. 24 കൊച്ചി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ കാർഡുണ്ടാക്കിയെന്ന കേസിൽ ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഹാജരായില്ല. നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ വിശദീകരണം. അടൂരിലെ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതികളുടെ ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നത്. ഇന്ന് രാവിലെ 10-ന് തിരുവനന്തപുരത്തെ ഓഫീസിലെത്താനായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇന്ന് രാഹുൽ ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ മറ്റൊരു ദിവസത്തേക്ക് നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. ആവശ്യം വന്നാൽ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാനും ആലോചനയുണ്ട്. ഇന്നലെ അടൂരിലെത്തിയ അന്വേഷണ സംഘം രാഹുലുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക പരിശോധനയാണ് നടത്തിയത്. KSU ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ ഫോൺ പിടിച്ചെടുത്തു. മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക്
അടയ്ക്കാനാണ് തീരുമാനം. അതേസമയം ലൈംഗിക ആരോപണങ്ങളിൽ പാർട്ടി നടപടിക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടേക്ക് പോകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. 24 പത്തനംതിട്ട. ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് തിരിച്ചു. നാളെയാണ് ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഭാഗമായുള്ള നിർണായക മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർ ഒത്തുകൂടുന്ന ഷാങ്ഹായ് ഉച്ചകോടിയെ ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ജപ്പാനിലെ 16 പ്രവിശ്യകളിലെ ഗവർണർമാരുമായുള്ള കൂടിക്കാഴ്ചയോടെയാണ് മോദിയുടെ രണ്ടാം ദിനം തുടങ്ങിയത്. പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയ്ക്കൊപ്പം അതിവേഗ ട്രെയിനിൽ സെൻഡായി നഗരത്തിലേക്ക് മോദി യാത്ര ചെയ്തു. ജപ്പാനിൽ പരിശീലനം നടത്തുന്ന ഇന്ത്യൻ ലോക്കോ പൈലറ്റുമാരെയും സെമി കണ്ടക്ടർ പ്ലാന്റും നിരവധി വ്യവസായ കേന്ദ്രങ്ങളും മോദി നേരിട്ട് കണ്ടു. ജപ്പാന്റെ സഹായത്തോടെയാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നടപ്പാക്കുന്നത്. ജപ്പാൻ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി ട്വിറ്ററിൽ പ്രതികരിച്ചു. ജപ്പാന് പിന്നാലെ ചൈനയിലെത്തുന്ന പ്രധാനമന്ത്രി നാളെ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. 7 വർഷങ്ങൾക്ക് ശേഷമാണ് മോദിയുടെ ചൈന സന്ദർശനം. ഉച്ചകോടിക്കിടെ 2 റൗണ്ട് ഉഭയകക്ഷി ചർച്ചകൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കും. അമേരിക്കയുമായി ടാരിഫ് തർക്കം തീർക്കാൻ ഇന്ത്യ പ്രത്യേക ചർച്ചയൊന്നും ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രത്തലവന്മാരുടെ കൂടിക്കാഴ്ചകളിൽ വിഷയം ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ, ചൈന, റഷ്യ സഖ്യം വളരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നേരത്തെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കിടയിലെ മഞ്ഞുരുകൽ തുടങ്ങിയിരുന്നു. 24 ഡൽഹി. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവകൾ മിക്കതും നിയമവിരുദ്ധമെന്ന് അമേരിക്കൻ അപ്പീൽ കോടതി വിധി. ഒക്ടോബർ 14 ട്രംപിന് സുപ്രീം കോടതിയെ സമീപിക്കാം. അതുവരെ വിധി പ്രാബല്യത്തിൽ വരില്ല എന്നും കോടതി അറിയിച്ചു. അതേസമയം കോടതി നിരീക്ഷണം തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അമേരിക്ക രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അധിക ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമെന്നാണ് അമേരിക്കൻ അപ്പീൽ കോടതിയുടെ വിധി. അടിയന്തര സാമ്പത്തിക സാഹചര്യത്തിലാണ് താരിഫുകൾ പ്രഖ്യാപിച്ചതെന്ന വാദം തള്ളിയ കോടതി ട്രംപിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ 14 ദിവസത്തെ സമയം നൽകി. അതുവരെ വിധി പ്രാബല്യത്തിൽ വരില്ലെന്നും കോടതി അറിയിച്ചു. അതേസമയം താരിഫ് വിഷയത്തിൽ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നെന്നും തീരുവ പിൻവലിച്ചാൽ അമേരിക്ക തകരുമെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. താരിഫിനെതിരായ നിലപാട് രാജ്യത്തെ സാമ്പത്തികമായി ദുർബലമാക്കുമെന്നും അവസാനം അമേരിക്ക തന്നെ വിജയിക്കുമെന്നും ട്രംപ് കുറിച്ചു. അടിയന്തര സാമ്പത്തിക സാഹചര്യത്തിൽ പ്രസിഡന്റിന് അസാധാരണ അധികാരം നൽകുന്ന നിയമപ്രകാരമാണ് രാജ്യങ്ങൾക്കുമേൽ താരിഫ് ചുമത്തിയതെന്ന് ട്രംപ് കോടതിയെ അറിയിച്ചെങ്കിലും ഇത്തരത്തിൽ താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നാണ് കോടതി പറഞ്ഞത്. നിയമം നിർമ്മിക്കാനുള്ള അധികാരം അമേരിക്കൻ കോൺഗ്രസിനാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ കമ്പനികളെയും രാജ്യത്തെ തൊഴിലാളികളെയും പിന്തുണയ്ക്കുന്നതിനു വേണ്ടിയാണ് താരിഫ് ചുമത്തിയതെന്ന് ട്രംപിന്റെ ന്യായീകരണം. എന്നാൽ താരിഫ് ചുമത്തിയത് നിയമവിരുദ്ധമാണെന്ന് മെയ് മാസം തന്നെ അന്താരാഷ്ട്ര വാണിജ്യ കോടതി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്കാണ് ഇനി. ജപ്പാന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന വിദേശ രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24ഉം മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. മേഘവിസ്ഫോടനത്തിലും മണ്ണിടിച്ചിലും ജമ്മുകശ്മീരിൽ 11 മരണം. കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതമാണ്. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. മഴക്കെടുതിയിൽ ഹിമാചലിലെ നിരവധി റോഡുകളും പാലങ്ങളും തകർന്നു. ജമ്മു കാശ്മീർ റിയാസിയിൽ ഇന്ന് പുലർച്ചെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. 5 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 7 പേർ മരിച്ചു. റംബാനിലെ രാജ്ഗഡിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി. ദുരന്തത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ദുഃഖം രേഖപ്പെടുത്തി. ദുരിതബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ ഹിമാചലിലെ നിരവധി റോഡുകളും പാലങ്ങളും തകർന്നു. മണ്ണിടിച്ചിലിൽ ചമ്പയിലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ മഴയിൽ ഗംഗാനദി കരകവിഞ്ഞൊഴുകുകയാണ്. ഋഷികേശിലും ഹരിദ്വാറിലുമായി ഗംഗാതീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി.
മഴക്കെടുതി ബാധിച്ച പഞ്ചാബിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ചു. 24 ഡൽഹി. സംസ്ഥാനത്തെ സർവകാല റെക്കോർഡ് മറികടന്ന് സ്വർണ്ണവില. അമേരിക്കൻ തീരുവയും ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും വിപണിയിലുണ്ടാക്കിയ അനിശ്ചിതത്വമാണ് വിലക്കയറ്റത്തിന് കാരണം. ഒരു പവൻ ഒറ്റയടിക്ക് 1200 രൂപ ഉയർന്ന് 76,960 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാഞ്ചാട്ടത്തിലാണ് സ്വർണ്ണവില. ഏറിയും കുറഞ്ഞു നിന്ന ശേഷം തുടർച്ചയായി വർദ്ധിക്കുന്ന ട്രെൻഡിലേക്കാണ് സ്വർണത്തിന്റെ ചുവടുമാറ്റം. ഇന്ന് പവന് 1200 രൂപ ഉയർന്ന് 76,960 രൂപയിലെത്തി. ഗ്രാമിന് 150 രൂപ കൂടി 9,620 രൂപയായി. പണിക്കൂലി കൂടുന്നതിനനുസരിച്ചും GSTയും ചേർത്ത് ആഭരണമായി വാങ്ങുമ്പോൾ വില വീണ്ടും കൂടും. ഈ മാസം തുടക്കത്തിൽ പവന് 73,200 രൂപയായിരുന്നു. മാസാവസാനമായപ്പോഴേക്കും 3,700 രൂപയാണ് പവന് വർദ്ധിച്ചത്. 12 ദിവസത്തിനിടെ 2,300 രൂപ കുറഞ്ഞ ശേഷമാണ് വില ഉയരാൻ തുടങ്ങിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവ ചുമത്തിയതടക്കം സ്വർണ്ണവിലയെ സ്വാധീനിച്ച ഘടകങ്ങളിൽപ്പെടുന്നു. ഓഹരി വിപണികളിലും ചാഞ്ചാട്ടം ദൃശ്യമാണ്. ഇതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് വില ഉയരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. രൂപ തളരുകയും ഡോളർ ശക്തമാവുകയും ചെയ്തതോടെ സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് ഉയർന്നതും ആഭ്യന്തര സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ഇപ്പോൾ പുറത്തുവരുന്നൊരു വിവരത്തിലേക്കാണ് ഇനി. നെഹ്റു ട്രോഫി വള്ളം കളിക്കെത്തിയ ചുണ്ടൻ വെള്ളം കായലിൽ കുടുങ്ങി. നടുവിലെ പറമ്പൻ ചുണ്ടനാണ് കായലിൽ കുടുങ്ങിയത്. തുഴച്ചിലുകാർക്ക് പരിക്കില്ല. ചുണ്ടൻ വെള്ളം കെട്ടിവലിച്ചു കൊണ്ടുവന്ന ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അശ്വിൻ, രജിത്ത്, വേമ്പനാട്ട് കായലിലേക്ക് തന്നെയാണ് ഈ വെള്ളം ചെറിയ തോതിൽ ഉലയുകയും ഒപ്പം ഇത് കെട്ടിവലിച്ചുകൊണ്ട് വന്ന ബോട്ടിന് വലിയ തോതിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയും അപകടം ഉണ്ടാവുകയും ചെയ്തത്. വെള്ളം മറയുകയും അതിലുണ്ടായിരുന്ന തുഴച്ചിലുകാർ പൂർണ്ണമായും വെള്ളത്തിലേക്ക് പോവുകയും ചെയ്തു. ചിത്തിര കായലിനോട് ചേർന്ന വേമ്പനാട്ട് കായലിലെ തന്നെ ചിത്തിര ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ തുഴകൾ പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഈ തുഴച്ചിലുകാർ തന്നെ അത് വീണ്ടെടുക്കുകയും ചെയ്തു. അവർക്ക് ആർക്കും തന്നെ പരിക്കുകളില്ല. 98-ലധികം തുഴച്ചിലുകാർ ഈ വള്ളത്തിലുണ്ടായിരുന്നു. കുമരക വിമാനുവൽ ബോട്ടുകൾക്ക് തുഴയുന്ന നടുവിലെ പറമ്പൻ ചുണ്ടനാണ് ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത അപകടത്തിൽപ്പെട്ടത്. എന്തായാലും അപകടം എന്ന് പറയാനാവില്ല. ആർക്കും പരിക്കില്ല. ഒപ്പം ഈ ചുണ്ടന് മറ്റ് കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. മറ്റൊരു ബോട്ട് കൊണ്ടുവന്ന് ഈ ചുണ്ടൻ ഇപ്പോൾ ട്രാക്കിലേക്ക് വീണ്ടും നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഈ വള്ളം അതേ രീതിയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തുകൊണ്ട് തന്നെ തുഴഞ്ഞുകൊണ്ടല്ല, മറ്റൊരു ബോട്ടിൽ കെട്ടിവലിച്ചുകൊണ്ടാണ് സാധാരണ ട്രാക്കിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കെട്ടിവലിച്ചുകൊണ്ട് വന്ന ഈ ബോട്ടിനാണ് തകരാർ സംഭവിച്ചത്. അതിൽ നിന്ന് കെട്ടഴിഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയും ചെയ്തു. എന്തായാലും പ്രശ്നം പരിഹരിച്ച് വീണ്ടും അവർ പുന്നമടയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ശരി, അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്കാണ്. ചൈനയുടെ പ്രസിഡന്റിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 101 പേർക്കാണ് 24ഉം മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. മലയോര മേഖലയുടെ വികസന കുതിപ്പിന് മുതൽക്കൂട്ടാകുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുകയാണ്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാത വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ അനന്ത സാധ്യതകളാണ് തുറന്നു തരിക. കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്ററും വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്ററും നീളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന വികസന സൗകര്യ പദ്ധതികളിൽ ഒന്നാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതികാനുമതി നൽകിയതോടെയാണ് പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമാകുന്നത്. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് നിർമ്മാണം. ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽഡ്കോൺ, കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികൾക്കാണ് കരാർ. 4 വർഷം കൊണ്ട് തുരങ്കപാത പൂർത്തിയാകും. ഇരട്ട തുരങ്കങ്ങളുള്ള പാതയിൽ ഓരോ 300 മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയും ഉണ്ടാകും. പദ്ധതിക്കായി 33 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. താമരശ്ശേരി ചുരത്തിലെ വൻ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാകുന്ന സാഹചര്യത്തിൽ തുരങ്കപാതയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്.
അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ നീളത്തിലാണ് നിർദ്ദിഷ്ട തുരങ്കപാത. 2134 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന തുരങ്കപാതയ്ക്കാണ് മുഖ്യമന്ത്രി തറക്കല്ലിടുന്നത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താമഴ ഇവിടെ പൂർത്തിയാവുകയാണ്.